വിദർഭയ്ക്കെതിരെ രഞ്ജി ട്രോഫി ഫൈനലിന് കേരളം ഇറങ്ങുന്നത് വിദർഭയുടെ ഹോം ഗ്രൗണ്ടായ ജാംതയിലെ VCS സ്റ്റേഡിയത്തിലാണ്. എന്നാൽ ഈ ഗ്രൗണ്ടിലെ കണക്കുകളിൽ കേരളത്തിനും ആശ്വാസമുണ്ട്. ഈ വേദിയിൽ 2003 ശേഷം കളിച്ച ഒരു മത്സരത്തിൽ പോലും കേരളം തോറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദർഭയുടെ ഹോം ഗ്രൗണ്ട് കേരളത്തിന് ഡ്രീം ഗ്രൗണ്ട് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2003 ശേഷം നടന്ന 4 കളികളിൽ 2 കേരളം ജയിച്ചു, ഒരു കളി സമനില. വിദർഭയ്ക്ക് കേരളത്തിനെതിരെ ഈ ഗ്രൗണ്ടിൽ എടുത്തു പറയാനുള്ളത് 2 മത്സരങ്ങളിൽ നേടിയ 1ാം ഇന്നിംഗ്സ് ലീഡ് മാത്രമാണ്. വിദർഭയുടെ ഹോം ഗ്രൗണ്ടിൽ കേരളം വിജയക്കൊടി പാറിച്ചത് 2002-ലും 2007-ലുമാണ്. 2002-ൽ കേരളത്തിന്റെ 8 വിക്കറ്റിന്റെ വിജയത്തിന് പിന്നിൽ അനന്തപത്മനാഭന്റെയും ശ്രീശാന്തിന്റെയും ബൌളിംഗ് മികവായിരുന്നു. 2007-ൽ ഓഫ് സ്പിന്നർ അനീഷിന്റെ 9 വിക്കറ്റ് പ്രകടനത്തിൽ കേരളത്തിന് ലഭിച്ചത് 150 റൺസിന്റെ പടുകൂറ്റൻ ജയം. എന്നാൽ അന്നത്തെ വിദർഭയേക്കാൾ കരുത്തരാണ് ഇപ്പോഴത്തെ ടീം എന്നതും എടുത്തു പറയണം. കേരളവും കരുത്തിൽ ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിച്ചാണ് ചരിത്രത്തിലാദ്യമായി ഫൈനലിലെത്തിയത്. 2020-ലാണ് VCS സ്റ്റേഡിയത്തിൽ അവസാനം ഇരു ടീമും ഏറ്റുമുട്ടിയത്. അന്ന് ആദ്യം ബാറ്റ് ചെയ്ത വിദർഭ ആദ്യ ഇന്നിംഗ്സിൽ 326 റൺസിന് പുറത്തായി. 5 വിക്കറ്റ് വീഴ്ത്തി ഇപ്പോഴും ഫോമിലുള്ള പേസർ MD നിതീഷായിരുന്നു തിളങ്ങിയത്. NB ബേസിൽ 3 വിക്കറ്റ് എടുത്തു. ബേസിലും ഫൈനലിലുള്ള കേരള ടീമിൽ ഇപ്പോഴും ഉണ്ട് എന്നതാണ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. മഴ മൂലം തടസ്സപ്പെട്ട ആ മത്സരം കേരളത്തിന്റെ 1ാം ഇന്നിംഗ്സ് 191-ന് 3 വിക്കറ്റ് നഷ്ടത്തിൽ നിൽക്കെ സമനിലയായിരുന്നു ഫലം. വിദർഭ 1ാം ഇന്നിംഗ്സ് ലീഡ് സ്വന്തമാക്കുകയും ചെയ്തു. സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.